ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ രാജ്യം, ആരെയും വകവയ്ക്കാത്ത ഭരണാധികാരി. ഉത്തര കൊറിയയും കിം ജോങ് ഉന്നും വീണ്ടും ചർച്ചയാവുകയാണ്. കിം ഒരുക്കിയ പുതിയ നടപടി സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും തലവേദന സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ്. ഇത്തവണ കടലിനടിയിലാണ് കിമ്മിന്റെ ചെക്ക്. ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ആണവോർജ അന്തർവാഹിനി ഏതാണ്ട് പൂർത്തിയായെന്നാണ് വിവരം. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഉത്തര കൊറിയൻ മണ്ണിൽ നിന്ന് പുറത്തുവരുന്ന ഈ വാർത്തകൾ ലോകശക്തികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് വൻശക്തിയെയും നേരിടാൻ തയ്യാറെന്ന കിം ജോങ് ഉന്നിന്റെ ആത്മവിശ്വാസം ഈ കൂറ്റൻ അന്തർവാഹിനിയിലൂടെ വെളിവാകുകയാണ്. ഏകദേശം 8700 ടൺ ഭാരമുള്ള അതിശക്തമായ സ്ട്രാറ്റജിക് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിം ജോങ് ഉന്നിൻ നേരിട്ടെത്തിയാണ് പരിശോധിച്ചത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭീഷണികളെ ചെറുക്കാൻ തന്റെ നാവികസേനയെ അത്യാധുനിക ആണവ മിസൈലുകൾ കൊണ്ട് സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ദക്ഷിണ കൊറിയ സ്വന്തമായി ആണവ അന്തർവാഹിനി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതും അമേരിക്ക ഇതിന് അംഗീകാരം നൽകിയതും മുന്നിൽ കണ്ടുകൂടിയാണ് കിമ്മിന്റെ ഈ സുപ്രധാന നീക്കം. ഇതിനു പുറമെ കടലിനടിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന മറ്റ് രഹസ്യ ആയുധങ്ങളുടെ ഗവേഷണത്തെക്കുറിച്ചും വിവരമുണ്ട്. മറ്റൊന്ന്, അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ ചേർന്ന് മേഖലയിൽ നടത്തുന്ന സൈനികാഭ്യാസങ്ങൾ നാറ്റോയുടെ ഏഷ്യൻ പതിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമാണെന്നും ഉത്തര കൊറിയ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ തങ്ങളുടെ പ്രതിരോധ മേഖലയിൽ കൈവരിച്ച ഈ മുന്നേറ്റം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. സോവിയറ്റ് യൂണിയൻ ആദ്യം വികസിപ്പിച്ചെടുത്ത റോമിയോ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ് ഈ ആണവ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അന്തർവാഹിനിക്ക് ഊർജം പകരുന്നത് ഒരു ആണവ റിയാക്ടറായിരിക്കും. ഇതുമൂലം പരിധിയില്ലാത്ത ദൂരം കൈവരിക്കാൻ അന്തർവാഹിനിക്കാകും. ഉപഗ്രഹ ആശയവിനിമയ സംവിധാനം, നാവിഗേഷൻ റഡാർ സംവിധാനം എന്നിവയുൾപ്പെടെ നൂതന സെൻസറുകളും അന്തർവാഹിനിയിൽ ഉണ്ടായിരിക്കും. ടോർപിഡോകൾ, മൈനുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങളും ഇതിലുണ്ടാകും. അന്തർവാഹിനികൾക്ക് പുറമെ കോർവൈറ്റുകൾ, പെട്രോൾ ബോട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനവും ഉത്തര കൊറിയ നടപ്പാക്കി വരികയാണ്. ഈ മേഖലയിൽ ഉത്തര കൊറിയയ്ക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നതിനാൽ ആണവ അന്തർവാഹിനി പദ്ധതി പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ദക്ഷിണ കൊറിയ മാത്രമല്ല, ഉത്തര കൊറിയയുടെ ഈ മുന്നേറ്റത്തിൽ അമേരിക്കയ്ക്കും മതിയായ ആശങ്കയുണ്ടെന്ന് നിസ്സംശയം പറയാം. റഷ്യയെയും മറ്റ് സഖ്യകക്ഷികളെയും ഒപ്പം നിർത്തി ശത്രുക്കൾക്കെതിരെയുള്ള കിമ്മിന്റെ ഈ അണ്ടർ വാട്ടർ നീക്കം അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തും. അതായത്, ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ കടലിനടിയിൽ നിന്ന് പോലും പോർമുഖം തുറക്കാൻ ഉത്തര കൊറിയ മുതിർന്നേക്കും. അതിനാൽ വരും ദിവസങ്ങളിൽ കിമ്മിന്റെ നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം.